ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് കാരന്തൂർ കിഴക്കേ മേലെ തടത്ത് കൃഷോഭിന്റെ വീട്ടിൽ മോഷണം നടക്കുന്നത്. രാത്രി 11:30-ക്കും പുലർച്ചെ 6:30-ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രാഥമികമായിട്ട് ഇന്നലെ രാത്രി 8:30-ക്കും ഇന്ന് രാവിലെ 6 മണിക്കിടയിലെ സമയത്ത് ഫ്രണ്ട് റോഡ് ഡോറ് പൊളിച്ചിട്ടില്ല, തിക്കി തുറന്നിട്ടാണ് കയറിയിരിക്കുന്നത്. 35 പവനോളം പോയിട്ടെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൃഷോഭും ഭാര്യയും ആശുപത്രിയിലായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അമ്മയാകട്ടെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇന്നലെ അവിടെ മോൻ്റെ വീടാണ്. മോനും മരുവളും ഒക്കെ ഹോസ്പിറ്റലിൽ ഇനി മോക്ക് സുഖമില്ലായിട്ട് മിംസിൽ അഡ്മിറ്റ് ചെയ്താണ് കുട്ടീനെ. അപ്പോൾ അവിടെ ഇനി അപ്പോൾ ഞങ്ങൾ വീടൊക്കെ പൂട്ടി രാത്രി 8 മണിയാകുമ്പോൾ വീട് പൂട്ടി ഇങ്ങോട്ട് ഇവിടേക്ക് വന്നതാണ് മക്കളെയും കൂട്ടി. തുടർന്ന് വീട്ടിൽ ഇന്ന് പുലർച്ചെ എത്തിയ അമ്മയാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് മനസ്സിലാക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ ആ വീട് വൃത്തിയാക്കുന്ന പെണ്ണ് വന്നപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയതാ വാതിൽ തുറക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നു. പിന്നെ അകത്ത് കയറി വെക്കുമ്പോൾ അളമാരികളൊക്കെ തുറന്ന് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. താഴെയും മുകളിൽ പോയി വെക്കും മുകളിലൊക്കെ ചെയ്തിരിക്കുന്നു. ഇരുനില വീട്ടിലുള്ള അലമാരകളിൽ നിന്നും വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. തുടർന്നാണ് കൃഷോഭിന്റെ അമ്മ 35 പവനും 4000 രൂപയും കവർച്ച നടന്നതായി മനസ്സിലാക്കുന്നത്. കുറേ സ്വർണം പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചപ്പോൾ മക്കളത് അവിടെ നിന്ന് കിട്ടിക്കുന്നത്. ഒരു കാണാതെ പോയതായിരിക്കും, ഒരു സോക്സിലാക്കിയൊക്കെ കെട്ടി വെച്ചത് അവിടെ ഉണ്ടായി. പിന്നെ മുകളിൽ നിന്ന് ഇനി കുറേ പോയിക്കുന്നു. വീടിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്ന് ACP അറിയിച്ചു. നമ്മളെന്തായാലും പോലീസിന്റെ കാലാകാലങ്ങളായുള്ള അന്വേഷണ രീതി ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ മറ്റുള്ള എമോ ക്രിമിനൽസിനും ജയിൽ റിലീസിനൊക്കെ പരിശോധിക്കുന്നു. അതുപോലെ നമുക്ക് CCTVയുടെ എത്രമാത്രം സഹായകരമാവുന്ന നമ്മൾ എല്ലാ 5 കിലോമീറ്റർ ദൂരമുള്ള എല്ലാ റോഡുകളിലും നമ്മൾ CCTV പരിശോധിച്ചിട്ട് ഇതിലേക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ അത് അന്വേഷണം നടത്തുന്നു. 2 മാസം മുമ്പ് പ്രദേശത്ത് സമാനമായ രീതിയിൽ വീട്ടിൽ ആളില്ലാത്തപ്പോൾ അതും രാത്രിയിൽ മോഷണം നടന്നിരുന്നു. പ്രദേശത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ആരോ ആണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോം ടിക്കയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.